ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമാണ്. എൻ്റെ അഭിനയം എന്റെ മരുമോളെ പൊന്നുപോലെ നോക്കോളണേ. ഇന്നെൻ്റെ മകളുടെ ഉഡ്പിയെ, എൻ്റെ മരുമകനെ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അവനിപ്പോൾ ഇങ്ങോട്ട് വരും കേട്ടോ. പ്ലീസ് വെയിറ്റ്. പറ. എവിടെയുള്ളത് നീ? അമ്പത്തൂരില്. അമ്പത്തൂരിലോ? അച്ഛനും അച്ഛന്റെ ഫ്രണ്ട്സും ഇവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. എത്ര പ്രധാനപ്പെട്ട കാര്യം ഇത്. എനിക്ക് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എനിക്ക് ഫ്രണ്ടിൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോകണം. ഗുരു, ഗുരു, അമ്പത്തൂരിലെ ഫ്രണ്ടിന്റെ വീട്ടിലാണെന്ന് എന്തിനാ നുണ പറഞ്ഞേ? പറയൂ ഗുരു, എന്തിനാ നുണ പറഞ്ഞേ? ചോദിക്കുന്ന കേട്ടില്ലേ? എന്തിനാ നുണ പറഞ്ഞേ? വരാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നിന്നോട് നുണ പറഞ്ഞത്. മതിയോ? പോ. പോന്ന് പറഞ്ഞ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പോവാനാ ഞാൻ പറഞ്ഞ. എന്താ ഗുരു, എന്താ പ്രശ്നം? ഇല്ല, അത് ഇത് ഞങ്ങളുടെ പ്രശ്നം. ദയവ് ചെയ്ത് നിങ്ങൾ പോ. അവേ, എന്തോ ശബ്ദം കേട്ടതുകൊണ്ടാ വന്നത്. വെളിയിൽ പോവാനല്ലേ പറഞ്ഞത്? വന്ന് കേറിക്കോളൂ ഓരോരുത്തര് വേണ്ടാത്തടുത്ത്. കുത്ത്, കുത്തി കൊല്ല്. നിന്റെ കയ്യാലി മരിച്ചോളാം ഞാൻ. ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ മൂലം നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയിലാണ് അഭി. തൽക്കാലത്തേക്ക് നിന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് അതിനുള്ള ഒരേ ഒരു വഴി. എന്നോട് ക്ഷമിക്കബി.
अंधेरी में एक्सीडेंट हुआ, एम्बुलेंस बजाओ, टैक्सी। ये क्या है साहब? ठीक है, Thank you. चलो भाई। ഫസ്റ്റ് ക്ലാസ്സിൽ എനിക്കൊരു AC കിട്ടാൻ ചാൻസ് ഉണ്ടോ? ചാൻസേ ഇല്ല. ലോക്കലോട്ട് പൊക്കോ. നോക്കണ്ട സാർ, പൊക്കോ. 110 പേര് യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റില് 1.5 ലക്ഷം പേരാ വന്നിരിക്കുന്നത്. നിങ്ങളും പോയി കുത്തിയിരുന്നു. ആരാ? എന്താടാ നീ ചെയ്തേ? സുഡോക്ക്. കുട്ടിയുടെ ബട്ടക്സ് തട്ടിയിട്ട് സുഡോക്കുന്നോ? ടിടി, സാർ എന്തിനാ ടിറ്റിആർ വിളിക്കുന്നത്? എന്താ? നമസ്കാരം സാർ. നീ എന്താ ഇവിടെ? വെയിറ്റ്. മാഡം, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കൂ. ഞാൻ തനിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്റെ ബട്ടക്സിൽ അടിച്ചു സാർ. ഞാനോ? നീ തന്നെ. നോക്കാനിരുന്നതാ. മുമ്പേ കേറി ഗോൾ അടിച്ചു. നിന്ന് വെള്ളം ഇറക്കാതെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്ക് സാർ. അടുത്ത സ്റ്റേഷനിൽ ഇറക്കി റെയിൽവേ പോലീസിന് കൈമാറാം. എടുക്കണ ലഗേജ്. സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറണം. റൈറ്റ്? നൗ ഐ ആം ഗോയിങ് ടു അൺറിസർവ്ഡ്. നോ സർ, വെയിറ്റ് എ മിനിറ്റ്. ഈ ടിക്കറ്റില് നിങ്ങൾ യാത്ര ചെയ്തോളൂ. സർ പ്ലീസ്. ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വാടാ. സാർ സാർ. ഒത്തിരി നന്ദിയുണ്ട്. നോ, ഞാൻ എന്റെ കടമ മാത്രമല്ലേ ചെയ്തു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചെന്നൈ വരെ തനിച്ചു പോകേണ്ട സ്ഥിതി വന്നേനെ. താങ്ക്സ്. നിങ്ങൾ? ഞാൻ മുംബൈ ടു ചെന്നൈ. എന്റെ പേര് ധനലക്ഷ്മി. നേറ്റീവ് ചെന്നൈ. ഓ. മേട്ടുപ്പാളയം. എന്താ ചിരിക്കുന്നേ? ഇല്ല, ഒരു ജോക്ക് ആലോചിച്ചപ്പോ ഒന്ന് ചിരിച്ചു പോയി. എന്ത് ജോക്ക്? തന്നെ പോലെ ഒരു പെണ്ണ് വെള്ളത്തിലേക്ക് വീണു. അയ്യോ. നീന്തൽ അറിയാൻ പാടില്ല, എന്നാലും ആരെങ്കിലും വന്ന് രക്ഷിക്കും. എന്തുകൊണ്ട്? എങ്ങനെ? അവളും തന്നെ പോലെ ഒരു സുന്ദരിയല്ലേ. ആക്ച്വലി ഈ നോവലില് ഐ തിങ്ക് 15th ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു, 126ാമത്തെ പേജിൽ. ഇറ്റ്സ് ടു ഇൻട്രസ്റ്റിംഗ്.